18ാം ലോക്സഭയുടെ സീറ്റ് ക്രമീകരണങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രധാന സീറ്റ് നിലനിർത്തുകയും പുതുതായി സ്ഥാനമേറ്റ വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി 4ാം നിരയിൽ ഇടം നേടുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദിയുടെ സീറ്റ് നമ്പർ 1 മാറ്റമില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും യഥാക്രമം 2-3 സീറ്റുകളിൽ ഇരിക്കും. നേരത്തെ സർക്കുലറിൽ സീറ്റ് നമ്പർ 58ലേക്ക് നിയോഗിക്കപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തിങ്കളാഴ്ച പുതുക്കിയ സിറ്റിംഗ് ലിസ്റ്റ് നൽകിയതിനു ശേഷം ഇപ്പോൾ സീറ്റ് നമ്പർ 4ലേക്ക് വീണ്ടും തിരിച്ചെത്തി. നവംബർ 29 സർക്കുലറിൽ 4-5 സീറ്റുകൾ ആദ്യം ഒഴിഞ്ഞുകിടന്നിരുന്നുവെങ്കിലും പുതിയ നിർദ്ദേശത്തിൽ പുതുക്കുകയായിരുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ ഉന്നത മന്ത്രിമാരുടെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് ശ്രദ്ധേയമാണ്. സാധാരണ ഇരിപ്പിട ക്രമീകരണത്തിന് പുറത്ത് പലപ്പോഴും പ്രവർത്തിക്കുന്ന മന്ത്രിമാരുടെ പതിവ് പോലെ പ്രതിപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കൾ മുൻനിരയിൽ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 498ാം സീറ്റിലും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് 355ാം സീറ്റിലും തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവ് സുദീപ് ബന്ദോപാധ്യായും സീറ്റ് നമ്പർ 355ലും ഇരിക്കും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 497ാം സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ അരികിലിരിക്കും. ഇത് പാർട്ടിയുടെ മുൻനിര പ്രാതിനിധ്യത്തെ ശക്തിപ്പെടുത്തും. ഫൈസാബാദിൽ നിന്നുള്ള ലോക്സഭാ വിജയത്തിന് ശേഷം അഖിലേഷ് യാദവ് ഉയർത്തിക്കാട്ടുന്ന SP MP അവധേഷ് പ്രസാദിനെ 2ാം നിരയിലേക്ക് മാറ്റി. അദ്ദേഹം ഇപ്പോൾ സീറ്റ് നമ്പർ 357ൽ ഡിംപിൾ യാദവിനൊപ്പം 358ാം സീറ്റിലിരിക്കും. തൃണമൂൽ കോൺഗ്രസിനെയും SP-യെയും പ്രതിനിധീകരിച്ച് മുൻനിരയിൽ ഓരോ നേതാക്കളാണുള്ളത്. വയനാട് MP-യായി സത്യപ്രതിജ്ഞ ചെയ്ത കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വദ്രയ്ക്ക് 4ാം നിരയിലാണ് ഇരിപ്പിടം. അവർ 517ാം നമ്പർ സീറ്റിലിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.